ഖത്തറിലെ US മിലിറ്ററി ബേസിന് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള വാർത്ത പ്രവാസികളെല്ലാം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഖത്തറിന്റെയും ബഹ്റിന്റെയും എയർ സ്പേസ് ഇപ്പോൾ അടച്ചിരിക്കണം. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ജൂൺ മാസം 23 രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. വരും ദിവസങ്ങളിൽ ഗൾഫിൽ നിന്ന് പല നാടുകളിലേക്ക് പോകാനിരിക്കുന്നവരും ഇങ്ങോട്ട് വരാനിരിക്കുന്നവരുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സിമ്പിൾ എക്സ്പ്ലെയിനർ വീഡിയോയുമായി കൊണ്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ അമേരിക്കൻ മിലിറ്ററി ബേസ് ആണ് ഖത്തറിലെ അൽ ഉദൈദ്. അതിനു നേരെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു ആക്രമണം നടക്കുന്നു എന്നുള്ള വസ്തുത അമേരിക്കയ്ക്കും ഖത്തറിനും നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഖത്തറിന്റെ എയർ സ്പേസ് എല്ലാം അറ്റാക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ തന്നെ അടച്ചിരുന്നു. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് എല്ലാ മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആകാശത്ത് വരുന്ന തടഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടില്ല, ആളപായവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്, സഹോദര രാജ്യമായ ഖത്തറിനെയോ ഖത്തറിലെ ആളുകളെയോ അല്ല ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, അവിടുത്തെ അമേരിക്കൻ മിലിറ്ററി ബേസിനെ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ഖത്തർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് അറ്റാക്ക് ചെയ്ത് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തർ നിർത്തിയിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രംഗത്തുള്ള നയതന്ത്ര വിദഗ്ധരും മിലിറ്ററി എക്സ്പേർട്സും എല്ലാം തന്നെ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റേജ് എസ്കലേഷനോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറാനും ഇസ്രായേലും ഒരു 11 ദിവസമായിക്കൊണ്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക കൂടി ഇറാനിൽ ബോംബിട്ടു, അതും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾക്ക് നേരെ. അതിനുള്ള ഞങ്ങൾ അടിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടൊന്ന് ചെയ്യേണ്ടേ എന്ന തരത്തിലുള്ള ഒരു സിംബോളിക് അറ്റാക്ക് മാത്രമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ ഖത്തറിലെ അൽ ഉദൈദ് മിലിറ്ററി ബേസിന് നേരെയും അതുപോലെ തന്നെ ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കൻ ബേസിന് നേരെയും നടത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള മിസൈലുകളൊന്നും പ്രയോഗിക്കാതെ ഞങ്ങൾ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകിയെന്ന് ഇറാന് സ്വന്തം ജനങ്ങളെയും അതുപോലെ ലോകത്തെയും ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിംബോളിക് അറ്റാക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് ഈ രംഗത്തുള്ള എക്സ്പേർട്സ് എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സാധാരണ പോലെ ഫ്ലൈറ്റ് സർവീസ് എല്ലാം റെസ്യൂം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മിലിറ്ററി എക്സ്പേർട്സ് ഇപ്പോൾ പറയുന്നത്. എന്നാലും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പരിചയമില്ലാത്ത ഒരു മേഖലയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കാം അമേരിക്ക നേരിട്ട് ഇറാനിൽ ഒരു ബോംബ് വർഷം നടത്തുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടൊരു അറ്റാക്ക് നടത്തുന്നതും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇറാഖിന് പുറത്ത് മറ്റെവിടെയെങ്കിലുമുള്ള അമേരിക്കൻ മിലിറ്ററി ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തുന്നതും ആദ്യമായിട്ടാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായിക്കൊണ്ട് ഇറാൻ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നതും ഇതാദ്യമായിട്ടാണ്. ഇത്തരം പല ആദ്യ സംഭവങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഏത്